വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിന് പിന്നിൽ ആര്യ രാജേന്ദ്രൻ, ശിവൻകുട്ടി ഉൾപ്പെടെ ഉണ്ടോ എന്ന് സംശയം. ഗൂഢാലോചന എന്ന് സതീശനും. മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. 13-ാം തീയതി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തിയതായി സൂചനയുണ്ടെന്നും നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ലെന്നും വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് വെട്ടിയതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര നഗ്നമായ നടപടി ഉണ്ടാകില്ല. നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പേര് എടുത്തു പറഞ്ഞാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി. മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ട് എന്ന സംശയമുണ്ട് എന്നും മുരളീധരൻ പറഞ്ഞു. എന്തിനാണ് ഇത്രയും നാണംകെട്ട കളിയെന്നും അദ്ദേഹം ചോദിച്ചു. ജനങ്ങളാണ് പരമാധികാരിയെന്നും അവർ തീരുമാനമെടുക്കട്ടെ എന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. തിരുവനന്തപുരത്തെ പ്രധാന CPIM നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിക്കാൻ കമ്മീഷൻ തയ്യാറാകണം. അന്വേഷണം നടത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. ഗൂഢാലോചനയിൽ പങ്കാളിയായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വൈഷ്ണയുടെ വോട്ട് നീക്കിയ നടപടി റദ്ദാക്കി വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു. കോർപ്പറേഷൻ ERE ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു. വൈഷ്ണ നൽകിയ രേഖകൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ലെന്നും വൈഷ്ണയെ കേൾക്കാതെ എടുത്ത നടപടി നീതീകരിക്കാനാകില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ UDF വൈഷ്ണയെ അവതരിപ്പിച്ചത്. എന്നാൽ കള്ളവോട്ട് ചേർത്തു എന്നാരോപിച്ച് CPIM പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു. സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും വൈഷ്ണയ്ക്ക് അനുകൂല വിധി ഉണ്ടാവുകയും വോട്ട് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയുമായിരുന്നു.